2021-2022 ഉപജില്ലാ കായികമേളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലായിടത്തിലുമുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വർഷത്തെ കായികമേളയൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് സരസ്വതി വിദ്യാലയമാണ്. ആൺകുട്ടികളുടെ കബഡി മത്സരത്തിൽ മലപ്പുറം GMUP സ്കൂൾ വിജയിച്ചിരിക്കുന്നു. വളരെ വാശിയേറിയ ഒരു മത്സരമാണ് നടന്നത്. അടുത്തതായി നടക്കാൻ പോകുന്നത് പെൺകുട്ടികളുടെ സ്റ്റാർട്ടിംഗ് സമയത്ത് പതുക്കെ തുടങ്ങിയാൽ മതി. സ്പീഡ് സ്ലോലി കൂട്ടിക്കൊണ്ട് വരണം. അപ്പൊ നിന്റെ എനർജി ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, നന്നായിട്ടോട്. ഇങ്ങോട്ട് നോക്കടാ മോനെ ജംഗ്ലി, എന്റെ മാനം മര്യാദയെല്ലാം നിന്റെ കയ്യിലാ ഉള്ളത്. നിന്റെ കാലി വീണ് ഞാൻ കൈകൂപ്പി പറയുവാടാ, എങ്ങനെയെങ്കിലും ജയിക്ക് പ്ലീസ്, എനിക്ക് വേണ്ടി. നീ അതിനുവേണ്ടി ടെൻഷൻ ഉണ്ടാവും. മെല്ലെ ഓടിക്കും. എടോ, അവൻ സ്പീഡായിട്ട് ഓടാനല്ലേ പോകുന്നത്. അവന്റെ അടുത്ത് പോയിട്ട് പതുക്കെ ഓടുന്നൊക്കെ. ഓ എന്റെ ദൈവമേ, നീ പോയി ഓടും മോനെ, പോ. അടുത്തതായി 200 മീറ്റർ ഓട്ട മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും കണ്ണിലൂണിയായി സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികൾ. അയ്യോ, എന്ത് പറ്റിയെന്നറിയില്ല. ജംഗിലിയുടെ താഴെ വീണിരിക്കുകയാണ്. സാർ, ഞാൻ ഇവനെ പോയി ഹുസൈൻ ബോൾട്ടിന്റെ കൂടെ കമ്പയർ ചെയ്ത് വന്നപ്പോ ഇവൻ ആ ഗാരേജ് ഇരുന്ന് ടൈറ്റ് ചെയ്യുന്ന ബോൾട്ടിനെ പോലെ ചെയ്തു പോലോ. ഇവനെ കൊണ്ട് എല്ലാം നശിപ്പിച്ചില്ലേ. നമ്മുടെ ഗുണ്ടുണ്ടായിരുന്നെങ്കിൽ മാത്രം. തന്റെ ഗുണ്ടെടുത്താ കണ്ടെത്തിയിടോ, അവൻ തോറ്റുപോയടോ. 200 മീറ്റർ ഓട്ട മത്സരത്തിൽ നമ്മുടെ രംഗൻ സാറിന്റെ മകൻ ജയിച്ചിരിക്കുന്നു. അവസാനമായി ബാക്കിയുള്ളത് 100 മീറ്റർ ഓട്ട മത്സരം മാത്രമാണ്. ഈ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സരസ്വതി വിദ്യാലയമാണ് മുൻപിലുള്ളത്. ഇതാ വിജയത്തെ നോക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതോടുകൂടി ഈ കായിക മത്സരങ്ങൾ സമാപ്തി അറിഞ്ഞിരിക്കുന്നു. കൺഗ്രാജുലേഷൻ മോനെ, ഫസ്റ്റ് പ്രൈസ് സരസ്വതി വിദ്യാലയം കൊണ്ടുപോയിരിക്കുന്നു. അടിപൊളി കേട്ടോ. ഞാനാണ് എല്ലാം എന്ന് പറയുന്നത് വിശ്വാസവും ഞാൻ മാത്രമാണ് എല്ലാം എന്ന് പറയുന്നത് അഹങ്കാരവും. ഇത് കാണുമ്പോ എന്നെ കുറിച്ച് എഴുതിയത് പോലെ ഉണ്ടല്ലോ. മാഡം, നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ കുറച്ച് താഴ്ത്തി വെച്ചേരെ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ പിള്ളാരെ വെച്ചോണ്ട് സ്പോർട്സും കളിച്ച് കപ്പും ജയിച്ചോണ്ടിരുന്നാലേ സ്കൂളിന് കിട്ടേണ്ട നിധിയൊക്കെ പിന്നെ കിട്ടാണ്ടായി പോവും. സോറി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാത്തിലും നമ്മൾ മുന്നിട്ട് നിന്നാലേ നമ്മുടെ സ്കൂളും ഡെവലപ്പ് ആവുള്ളൂ. നമ്മുടെ സ്കൂളൊക്കെ ഡെവലപ്പ് ആവുമായിരിക്കും, പക്ഷെ നമ്മുടെ വീടിന്റെ ലോക്കറൊക്കെ സീലടിച്ചു പോവില്ലേ? എന്തായി പറയുന്നേ? ഒരു മിനിറ്റ്, ഞാൻ എന്തോ പറയാൻ വന്നതാ. ആ കാര്യം പറഞ്ഞു തീർക്കുന്നതിനിപ്പുറം തോക്കി കയറി വെടിവെക്കരുത് മാഡം. ഇതിനാണ് ഈഗോ എന്നൊക്കെ പറയുന്നത്. ഇതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എന്റെ മോൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും ഇതിന്റെ പേരാണ് ഈഗോ എന്ന്. അല്ല, കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ കപ്പ് നേടിയത്. സന്തോഷപ്പെടുന്നതിന് പകരം ഇത്തരത്തിലാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് തന്നെ ഇത് ശരിയാണെന്ന് മാഡം,
നിങ്ങൾക്ക് ഈ കപ്പ്, എനിക്ക് മണി, പൈസ, കാശ്. ഒരു റെസ്പോൺസിബിൾ വ്യക്തിയാണെങ്കിൽ ഈ രീതി സംസാരിക്കില്ല. നാണമില്ലേ നിങ്ങൾക്ക്? വളരെ നന്ദിയുണ്ട് മാഡം. എന്റെ ഈ ജീവിതകാലം മുഴുവൻ എന്നെ റെസ്പോൺസിബിൾ ആയ ഒരാളെന്ന് പറഞ്ഞത് ആകെ ഒരാൾ നിങ്ങൾ മാത്രമാണ് മാഡം. മാഡം, ഇതുപോലത്തെ കപ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കിടപ്പുണ്ട്. ഇതെടുത്തോണ്ട് ആക്രി കടയിൽ കൊടുത്താലോ അവനൊരു നോട്ടം നോക്കും. ഇതൊക്കെ നിനക്ക് ആവശ്യമുള്ള കാര്യമാണോടാ മോനെ? ഈ ഒരു കപ്പിന് വേണ്ടി 2 വർഷമാണ് ഞാൻ കഷ്ടപ്പെട്ടത്. ജീവിക്കാൻ ഐഡിയ ഇല്ലെങ്കിൽ ഈ കപ്പിന് 2 വർഷമല്ല, ഏകദേശം 5 വർഷം എടുക്കും എടുക്കാനായിട്ട്. അതെന്നോട് പറയേണ്ട ആവശ്യമില്ല. മാഡം, ഇവിടെ എല്ലാം ഞാൻ പറയുന്നതായിരിക്കണം. ഈ സ്കൂളും എന്റേതായിരിക്കണം. നിങ്ങൾക്ക് ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല. ആഹാ, പറയൂ. നിങ്ങളുടെ അധികാരമൊക്കെ 2 ദിവസം കൂടി മാത്രം. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നിങ്ങളും ഉണ്ടാവില്ല, നിങ്ങളുടെ അധികാരം ഉണ്ടാവില്ല. ഈ നാട്ടില് എന്നെ എതിർത്ത് നിൽക്കാനായിട്ട് ഒരാള് പോലും ഇല്ല. നിങ്ങൾ വെറുതെ സ്വപ്ന ലോകത്തിരിക്കണ്ട.